റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. കോട്ടയത്ത് നവജാത ശിശുക്കളെ വിൽപ്പന നടത്തിയതിൽ നിർണായക വിവരങ്ങൾ പോലീസിന്. തൊടുപുഴയിൽ പ്രസവിച്ച കുഞ്ഞിനെ കൈമാറിയത് കൊല്ലം സ്വദേശിനി കൃഷ്ണശ്രീക്ക്. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രസവം നടന്നത്. പ്രസവ ചെലവുകൾ വഹിച്ചതും കൊല്ലം സ്വദേശികളായ ദമ്പതികളാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിച്ച ഗർഭിണിയാണ് തൊടുപുഴയിൽ പ്രസവിച്ചത്. തിരുനെൽവേലി സ്വദേശി മുപ്പിലി രാജ മുഖ്യ സൂത്രധാരനാണെന്നാണ് പോലീസ് പറയുന്നത്. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഒരു വലിയ റാക്കറ്റ് തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ എന്താണിപ്പോൾ? വിനീത, ഈ നവജാത ശിശുക്കളെ വിൽപ്പന നടത്തിയ കേസ് ഇടുക്കിയിലേക്കും അന്വേഷണം നീളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയാണ് തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള മൂപ്പിലി രാജ. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുകയും ഇതിന്റെ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സ്വമേധയാ ഈരാറ്റുപേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. എന്നാൽ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി പ്രസവിച്ചത് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയും ഇന്നലെ രാത്രിയോടുകൂടി പുതിയ കേസ് തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്യുകയുമാണ്. തൊടുപുഴ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതായത് കൊല്ലം സ്വദേശിയായിട്ടുള്ള യുവതിയാണ് ഈ കുട്ടീനെ വാങ്ങിയിരിക്കുന്നത് എന്നാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം സ്വദേശിനിയായിട്ടുള്ള കൃഷ്ണശ്രീ എന്ന യുവതിയാണ് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനത്തു നിന്ന് എത്തിച്ച ഒരു ഗർഭിണിയും ഇതേ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടുകയും പ്രസവിക്കുകയും ചെയ്തു. അന്ന് പ്രസവം നടത്തിയ ശേഷം ഏതാണ്ട് 6 മാസം മുമ്പ് ഇതേ ആശുപത്രിയിൽ പ്രസവം നടത്തിയ ശേഷം ഈ കൃഷ്ണശ്രീക്ക് ഈ കുട്ടിയെ കൈമാറി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും ആശുപത്രിയിൽ നിന്നും CCTV ദൃശ്യങ്ങളും അതുകൂടാതെ ഈ കൃഷ്ണശ്രീയുടെ അഡ്രസ്സും ശേഖരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഈ കുടുംബത്തിന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിക്കും എന്നതാണ് പോലീസ് നൽകുന്ന കാര്യങ്ങൾ. അതുകൂടാതെ ഈ ഇതര സംസ്ഥാന സ്വദേശിനിയുടെ പ്രസവ ചെലവെല്ലാം വഹിച്ചത് ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള ദമ്പതികളാണെന്നും പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള യുവാവ് തന്നെയാണ് മുഖ്യ സൂത്രധാരൻ എന്ന നിഗമനത്തിൽ തന്നെയാണ് ഉള്ളത്. തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2 പേരെ തിരിച്ചറിയാവുന്ന, അതായത് ഈ കൃഷ്ണശ്രീ എന്ന പേരുള്ള ഈ കുട്ടിയെ വാങ്ങിയ ആളും അതുകൂടാതെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള മൂപ്പിൽ രാജ തുടങ്ങിയ 2 പേരുടെ പേരുകൾ ഉൾപ്പെടുത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ അറസ്റ്റിലായിട്ടുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ഉടൻ തന്നെ ആവശ്യപ്പെടും. അതുകൂടാതെ ഈ കൃഷ്ണശ്രീ ഉൾപ്പെടുന്ന 2 ദമ്പതികളെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളിലേക്കും പോലീസ് നീങ്ങുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിവരങ്ങളാണ് തൊടുപുഴ പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. തൊടുപുഴ CI ആയിട്ടുള്ള സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് തൊടുപുഴയിലെ കേസ് അന്വേഷിക്കുന്നത്. ശരി, രാഹുൽ സുരേഷാണ് ഞെട്ടിക്കുന്ന വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ആസൂത്രിതമായി തന്നെയാണ് ഈ വിൽപ്പന എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. കൊല്ലം സ്വദേശികൾ കൂടി പ്രതി ചേർക്കപ്പെടുകയാണ്. രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ നൽകി.